ജീവയും റിയമോളും ദിയമോളും അങ്ങനെ പരസ്പരം കണ്ടുമുട്ടുന്നു. അതെ, അധികം വൈകാതെ തന്നെ റിയയും ദിയയും തമ്മിൽ കണ്ടുമുട്ടുകയും അങ്ങനെ അവർ ഇരട്ട സഹോദരികളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ റിയമോളെ കാണാൻ വിദ്യാലയത്തിൽ എത്തുന്ന ജീവ അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ദിയെ കണ്ടുമുട്ടുകയാണ്. അതെ, അങ്ങനെ ജീവ എന്ന ആ പാവം മനുഷ്യൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച ആ സുന്ദര നിമിഷം വന്നെത്തിയിരിക്കുന്നു. തനിക്ക് ലാളിക്കാൻ കഴിയാതെ പോയ തൻ്റെ ദിയമോളെ അങ്ങനെ ജീവ കണ്ടിരിക്കുന്നു. ഒരു മനോഹര ഗാനം പോലെ, ഒരു മനോഹര യാഥാർത്ഥ്യം പോലെ അങ്ങനെ തൻ്റെ ദിയമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കുകയും പൊട്ടിക്കരയുകയുമാണ് ജീവ ഇങ്ങനെ കരയുമ്പോൾ അവിടേക്ക് റിയമോൾ വന്ന് എൻ്റെ സഹോദരിയെ ഞാൻ കണ്ടുപിടിച്ചത് കണ്ടോ എന്നും ഞാൻ ഇവിടെ വെച്ചാണ് ഇവളെ കണ്ടതെന്നും എല്ലാം പറയുകയാണ്. അച്ഛന് എന്നോട് ഈ കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരിയുടെ കൂടെ എത്ര നാൾ മനോഹരമായി ജീവിക്കാൻ കഴിയുമെന്ന് പറയുകയാണ് റിയ. അങ്ങനെ രണ്ടു മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവ തൻ്റെ സ്നേഹം മുഴുവൻ കൊടുക്കുകയാണ്. റിയയെ കാണാൻ അവിടെ എത്തുന്ന ജീവയ്ക്ക് അവിടെ കണ്ടുമുട്ടുന്നത് അപ്രതീക്ഷിതമായി തന്നെ ദിയയാണ്. ദിയ അവിടെ ജീവയുടെ മുൻപിലേക്ക് വരികയും തൻ്റെ മകളെ കണ്ട ആശ്ചര്യത്തോടെ ഇത് യാഥാർത്ഥ്യമാണോ അതോ വെറും തോന്നലാണോ എന്നുള്ള രീതിയിൽ ജീവ പകച്ചു നിൽക്കുകയാണ്. എന്നാൽ അത് ശരിക്കും ഉള്ളതാണെന്ന് തന്നെ ജീവയ്ക്ക് അവസാനം ബോധ്യപ്പെടുന്നു. അങ്ങനെ റിയയും ദിയയും ജീവയും ഒന്നിക്കുന്ന ആ സുന്ദര നിമിഷങ്ങൾ വന്നെത്തിയിരിക്കുന്നു. അവർ കണ്ടുമുട്ടുന്നു പരസ്പരം.